വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സയൻസ് ബൈ അഞ്ജലി. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് വൾവ ഡെവലപ്മെന്റ് ഇൻ സി എലിഗൻസ്. ഈ ഒരു സി എലിഗൻസ് എന്താണ്? സീനോറാബ്ഡൈറ്റിസ് എലിഗൻസ്, നമ്മുടെ റൗണ്ട് വോം. ഓക്കെ, സോ ഈ ഒരു സി എലിഗൻസ് ഇറ്റ് ബിലോങ്സ് ടു ഫൈലം നെമറ്റോഡ് ആൻഡ് ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. ആദ്യം ഇവർ മെയിലായിരുന്നു, പിന്നീടാണ് ഹെർമാഫ്രോഡൈറ്റ് ആയത്. ദാറ്റ് മീൻസ് മെയിലും ഫീമെയിൽ ഇൻ സെയിം ഓർഗാനിസം. മാത്രമല്ല ഇവരെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ മോഡൽ ഓർഗാനിസം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി ലെസ് നമ്പർ ഓഫ് സെൽസ്. ഒരു 959 സെൽസ് ആണ് ഇവർക്ക് ഉള്ളത്. അത് മാത്രമല്ല ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. 3 to 4 weeks ആണ് ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇവരുടെ ബോഡി വളരെ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് പഠിക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി എന്താണ് ഈ വൾവ? വൾവ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേം ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഫീമെയിൽ സെക്സ് അപ്പാരറ്റസിൽ ഫീമെയിൽ സെക്സ് പാർട്ടാണ്. നമ്മളുടെ ഫീമെയിൽസ് എഗ് ഒക്കെ ലേ ചെയ്യുന്നത് ഈ ഒരു വൾവ വഴിയാണ്. അതുപോലെ തന്നെ സ്പേം ഇൻജെക്ട് ചെയ്യുന്നതും ഈ ഒരു വൾവ വഴിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വൾവയുടെ ഡെവലപ്മെന്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം തന്നെ നമുക്ക് ആങ്കർ സെൽസ്. ഈ ഒരു ആങ്കർ സെൽ എന്ന് പറയുന്നത് ഗോണാഡ്സിലുള്ളതാണ് ആങ്കർ സെൽ. ഈ ആങ്കർ സെല്ലിന്റെ പ്രത്യേകതയുണ്ട്, അവർ ലിൻ3 എന്ന് പറയുന്ന പ്രോട്ടീന് റിലീസ് ചെയ്യും. ഈ ലിൻ3 ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സെല്ലാണ് വൾവയാവണത് എന്ന്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ആങ്കർ സെൽ ഉണ്ട്, ഈ ഗോണാഡ്സിന്റെ ഉള്ളിലാണ് ആങ്കർ സെൽ ഉള്ളത്. ആങ്കർ സെൽ റിലീസ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്? ലിൻ3 പ്രോട്ടീൻ. ലിൻ3 തീരുമാനിക്കും ഏത് സെല്ലാണ് വൾവയാവേണ്ടത്. ഓക്കെ, സോ ദ പൊസിഷനിങ് ഓഫ് വൾവ എൻഷുർ ബൈ ദിസ് ആങ്കർ സെൽ. ഈ ഒരു വൾവ ഡെവലപ്മെന്റ് പ്രോസസ് അതിന് 3 സ്റ്റെപ്സുകളാണുള്ളത്. ജനറേഷൻ ഓഫ് വൾവൽ പ്രീകർസർ സെൽസ്, നമ്മൾ VPC എന്ന് പറയും, ആൻഡ് വൾവൽ പ്രീകർസർ പാറ്റേണിംഗ്, ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ജനറേഷൻ ഓഫ് ദി അഡൽട്ട് സെൽ. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ദ 6 VPCs. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു 6 VPCs ആണുള്ളത്. അതായത് വൾവൽ പ്രീകർസർ സെൽസ് എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. ഈ 6 എണ്ണത്തിനെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇക്വാലന്റ് സെൽസ് എന്നാണ് പറയുന്നത്. കാരണം ഇവർ 6 പേർക്കും വൾവയാവാനുള്ള എല്ലാവിധ കഴിവുകളുണ്ട്. ഓക്കെ, പക്ഷെ പല പല സിഗ്നലിംഗ് നടക്കണോണ്ടാണ് ഇവർക്ക് ആ ഒരു വൾവയാവാൻ പറ്റാത്തത്. ഓക്കെ, സോ അതാണ് 6 VPCs. അപ്പൊ നമ്മുടെ ഗോണാഡ്സിലുള്ള ആങ്കർ സെൽസ് എന്ത് ചെയ്യും? ലിൻ3 പ്രോട്ടീൻ റിലീസ് ചെയ്യും. ഈ ലിൻ3 പ്രോട്ടീൻസ് റിലീസ് ചെയ്യുമ്പോൾ ഈ 6 VPCs ആണ് ഈ കാണുന്ന P3P, P4P, P5P, P6P, P7P, P8P. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 6 VPC. ഓക്കെ, നമ്മളവരെ ഇക്വാലൻസ് സെൽ എന്ന് പറയുന്നുണ്ട്, ഇക്വാലൻസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയും. കാരണം 6 പേർക്കും എന്താണ്? 6 പേർക്കും വൾവയാവാൻ പറ്റുന്ന സെല്ലുകളാണ്. പക്ഷെ ഈ 6 പേർക്കും വൾവയാവാൻ പറ്റില്ല. അതിലൊരാൾക്ക് വൾവയാവാൻ പറ്റുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലതരം സിഗ്നലിംഗ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കഥ പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ആങ്കർ സെൽസ് ലിൻ3 പ്രോട്ടീന് റിലീസ് ചെയ്യും. അപ്പൊ ഈ ലിൻ3 പ്രോട്ടീൻ റിലീസ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്റേഴ്സ് ഈ ഒരു VPCസിലുണ്ട്. ആ റിസപ്റ്ററിന്റെ പേരാണ് LECT23. ഓക്കെ, അപ്പൊ ലിൻ3 പ്രോട്ടീനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് ആര്? LECT23. ഓക്കെ, അപ്പൊ ഈ ഒരു ലിൻ3 പ്രോട്ടീന്റെ കൂടുതൽ അളവ് കിട്ടുന്നത് അതിനെ നേരെ കാണുന്ന P6P, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, P6Pക്കാണ് ഏറ്റവും കൂടുതൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ലിൻ3 കിട്ടുന്നത്. അതുപോലെ തന്നെ P5Pക്കും അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന P6Pയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന P7Pക്കും ഇതുപോലെ തന്നെ ലിൻ3 കിട്ടുന്നുണ്ട്. പക്ഷെ ഒട്ടും കിട്ടാത്തത് അല്ലെങ്കിൽ കുറച്ച് നെഗ്ലിജിബിൾ എമൗണ്ടിൽ കിട്ടുന്നത് P3Pക്കും P4Pക്കും അതുപോലെ തന്നെ അങ്ങേയറ്റത്ത് കിടക്കുന്ന P8Pക്കുമാണ് വളരെ കുറച്ച് എമൗണ്ട് ലിൻ3 പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് P6P, അത് കഴിഞ്ഞിട്ട് പിന്നെയും കിട്ടുന്നത് P5Pക്കും P7Pക്കും, വളരെ നെഗ്ലിജിബിൾ ആയിട്ട് കിട്ടുന്നത് P3Pക്കും P4Pക്കും അതുപോലെ തന്നെ P8Pക്കുമാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ?
അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഗൊണാഡ്സിന്റെ ഉള്ളിൽ ആരുണ്ട്? ഗൊണാഡ്സിന്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ താരം ആങ്കർ സെൽ ഉണ്ട്. ആങ്കർ സെല്ലാണ് ഈ 6 VPCs-നെ വൾവൽ പ്രിക്കോഴ്സർ സെൽസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആങ്കർ സെല്ല് റിലീസ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേരാണ് ലിൻ3 പ്രോട്ടീൻ. ലിൻ3 പ്രോട്ടീനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് LET23. ലിൻ3 പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് P6P-ക്കും, അത് കഴിഞ്ഞിട്ട് P5P-ക്കും P7P-ക്കും ആണ് കിട്ടുന്നത്. വളരെ കുറച്ച് കിട്ടുന്നത് P3P-ക്കും P4P-ക്കും P8P-ക്കുമാണ്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഈ ഒരു ലിൻ3 പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് P6P-ക്കാണ്. P6P ആണ് വൾവയാവുന്നത്, ദാറ്റ് ഈസ് പ്രൈമറി ഫേറ്റ്. ഇനി P5P-യും P7P-ക്കും അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ P6P-ക്കാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ലിൻ3 പ്രോട്ടീൻ കിട്ടുന്നത് P5P-ക്കും P7P-ക്കും ആണ്. അത് സെക്കൻഡറി ഫേറ്റ്, ദാറ്റ് ഈസ് ലാറ്ററൽ ലൈനിങ് ഓഫ് വൾവയാവുന്നത് P5P-യും P7P-യും ആണ്. ഇനി P3P-യും P4P-യും P8P-യും എന്താണ്? അതാണ് ടെറിഷറി ഫേറ്റ് ആവുന്നത്, ദാറ്റ് ഈസ് ഹൈപ്പോഡെർമിസ് ഉണ്ടാവുന്നത് അതിൽ നിന്നാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് നമ്മുടെ ഗൊണാഡ്സിലാണ് ആങ്കർ സെൽ ഉള്ളത്. ആങ്കർ സെൽ എന്ത് ചെയ്യും? ലിൻ3 പ്രോട്ടീനെ റിലീസ് ചെയ്യും. ലിൻ3 പ്രോട്ടീനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് LET23. ആ ഓരോ റിസപ്റ്റേഴ്സ് എവിടെ ഉണ്ടാവും? ഈ ഒരു VPCs-ൽ ഉണ്ടാവും. ഈ ഒരു ലിൻ3 പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന P6P ആണ് വൾവയാവുന്നത്. അതേസമയം P5P-യും P7P-യും എന്താവും? they become lateral lining of vulva, and P3P, P4P and ഇങ്ങേ അപ്പുറത്ത് കിടക്കുന്ന P8P അവർ എന്താവും? അവർ ടെറിഷറി ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യും, ദാറ്റ് ഈസ് ഹൈപ്പോഡെർമിസ് ആകും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ P6P-യുടെ ഒപ്പം തന്നെ P5P-ക്കും P7P-ക്കും ആ ഒരു ലിൻ3 പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ വൾവയാകുന്നില്ല? കാരണം P6P എന്ത് ചെയ്യുന്നുണ്ട്? ലാറ്ററലി ഈ P5P-നെയും P7P-നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ലാറ്ററൽ ഇൻഹിബിഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നോക്കിക്കേ. ഇപ്പൊ ഈ ഒരു ഫിഗർ, അതായത് ഇത് നമ്മളുടെ P6P ആണ്. ഇപ്പുറത്ത് എന്തുണ്ട്? അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? P5P-യും റൈറ്റ് സൈഡ് ഞാനിപ്പോ വരച്ചിട്ടില്ല, അവിടെ P7P ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഞാൻ പറയാണ്. അപ്പൊ ആദ്യം ഞാൻ P6P-യുടെ കേസ് നോക്കിക്കേ. അവിടെ ലിൻ3 പ്രോട്ടീൻ ആങ്കർ സെല്ല് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ലിൻ3 പ്രോട്ടീനെ നമ്മുടെ LET23 റിസപ്റ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മാപ്കൈനസ് പാത്വേ ആക്ട് ചെയ്ത് LET31 എന്ന് പറയുന്ന ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വൾ പ്രോട്ടീനും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സോ ഈ വൾ പ്രോട്ടീനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് നമ്മളുടെ P5P-യിലുണ്ട്. ആ ഒരു റിസപ്റ്ററിന്റെ പേരാണ് ലിൻ12. ഈ ലിൻ12 എന്ത് ചെയ്യും? നേരെ LET23, അതായത് ഈ ഒരു P5P റിസപ്റ്റർ, P5P-യുടെ അവിടെ ഒരു റിസപ്റ്റർ ഇല്ലേ LET23, ആ റിസപ്റ്ററിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ആര്? ലിൻ12. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മളുടെ ആങ്കർ സെൽ ലിൻ3 പ്രോട്ടീൻ റിലീസ് ചെയ്തു. അത് ആരെ അക്സെപ്റ്റ് ചെയ്തു? ആ ലിൻ3 പ്രോട്ടീനെ നമ്മളുടെ P6P-യിലുള്ള റിസപ്റ്റർ LET23 റിസപ്റ്റർ അക്സെപ്റ്റ് ചെയ്തു. മാപ്കൈനസ് പാത്വേ ആക്ടിവേറ്റ് ചെയ്തു. അവിടെ LET31 ജീൻ എക്സ്പ്രസ് ചെയ്തു. അതുകൂടാതെ വൾ പ്രോട്ടീനും എക്സ്പ്രസ് ചെയ്തു. ഇനി ഈ വൾ പ്രോട്ടീനെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് റിസപ്റ്റർ ആരുടെയിലുണ്ട്? നമ്മളുടെ P5P-യിലുണ്ട്. ആ റിസപ്റ്ററിന്റെ പേരാണ് ലിൻ12. ലിൻ12 ആരെ പോയി ഇൻഹിബിറ്റ് ചെയ്യും? ഈ P5P-യിലുള്ള LET23 റിസപ്റ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ അവർക്ക് വൾവയാവാൻ പറ്റില്ല, പകരം അവര് ലാറ്ററൽ ലൈനിങ് ഓഫ് വൾവയാകുന്നുണ്ട്. ഇതേ പ്രോസസ് തന്നെ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്, നമ്മുടെ P7P-യിലും നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു വൾവ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഗോണാഡിൽ അവിടെ ആങ്കർ സെല്ലിന്റെ അടുത്തായിട്ട് 6 VPC ഉണ്ട്. ആങ്കർ സെല്ലിൽ നിന്ന് ലിൻ3 പ്രോട്ടീൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കാ, 6 VPC ആണ്. P3P, P4P, P5P, P6P, P7P, P8P. അതിൽ ഏറ്റവും കൂടുതൽ ലിൻ3 പ്രോട്ടീൻ കിട്ടുന്ന P6P ആണ് പ്രൈമറി ഫേറ്റ് അക്യൂർ ചെയ്യുന്നത്. P5P, P7P-ക്ക് സെക്കൻഡറി ഫേറ്റ്, ദാറ്റ് ഈസ് ലാറ്ററൽ ലൈനിങ് ഓഫ് വൾവയാവുന്നത് P5P-യും P7P ആണ്. അതേസമയം P3P, P4P ആൻഡ് അങ്ങേയറ്റത്തെടുക്കുന്ന P8P എന്താണ്? ടെറിഷറി ഫേറ്റ്, ദാറ്റ് ഈസ് ഹൈപ്പോഡെർമിസ് ആവുന്നത്. ഇനി ഈ ഒരു കേസിൽ കുറച്ച് പ്രത്യേക കാര്യങ്ങൾ അറിയണം. അതായത് മ്യൂട്ടേഷൻ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഇപ്പൊ ലിൻ3 എന്ന് പറയുന്ന പ്രോട്ടീൻ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ ലിൻ3നെ അക്സെപ്റ്റ് ചെയ്യുന്ന LET23നെ നമ്മൾ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ലിൻ3യും LET23 ഒന്നും ഇല്ലെങ്കിൽ വൾവ ഫോർമേഷൻ നടക്കില്ല. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കേ. ലിൻ3 ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്ത് എന്ത് സംഭവിക്കും? എല്ലാവരിലും എത്തി അത് മൾട്ടി വൾവൽ ഫോർമേഷൻ നടക്കും.
ഇനി സെൻട്രൽ വി പീസിനെ റിമൂവ് ചെയ്തു, അതായത് നമ്മളുടെ മെയിൻ താരങ്ങൾ P6P-നെയും P5P-നെയും P7P-നെയും ഒക്കെ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളുടെ നേരത്തെ ടെറിഷറി വി പി സിയിൽ, അതായത് നമ്മുടെ ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കുന്നവര് വൾവ ഉണ്ടാക്കിക്കോളും, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഗെയിൻ ഓഫ് ഫങ്ഷൻ ഇൻ ലെറ്റ് 23, അതുപോലെ തന്നെ ലെറ്റ് 23 ഗെയിൻ ഓഫ് ഫങ്ഷൻ ഉണ്ടായാലും മൾട്ടി വൾവ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടെറിഷറി വി പി സി, അതായത് ആ ഹൈപ്പോഡെർമിസ് ആയവരെ പിടിച്ചു കളഞ്ഞാലും എന്താണ്, ഒരു കുഴപ്പമില്ല, വൾവ നോർമലി അവിടെ ഉണ്ടായിക്കോളും. ആങ്കർ സെല്ല് റിമൂവ് ചെയ്ത് കളഞ്ഞാലോ, നമ്മുടെ മെയിൻ താരമാണ് ആങ്കർ സെല്ലിനെ കളഞ്ഞാൽ കഴിഞ്ഞു, നോ വൾവ ഫോർമേഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വൾവ ഡെവലപ്മെന്റ് ഇൻ സി എലിഗൻസിൽ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കുറേ വീഡിയോസ് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ലൈഫ് സയൻസ് by Anjali. Okay, thank you.